Hi students, we have seen how molecules are formed from same type of atoms. അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എങ്ങനെയാണ് മോളിക്യൂൾസിൽ ആറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിമിലർലി ആറ്റംസ് അതേമാതിരി തന്നെ മോളിക്യൂളിൻ്റെ മാതിരി തന്നെ കോമ്പൗണ്ട്സ് കണ്ടെയ്ൻസ് മോളിക്യൂൾസ് ഫോം ഫ്രം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ എലമെൻറ്റ്സ് മോളിക്യൂൾസ് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോമ്പൗണ്ട്സ് എന്താണ്? കോമ്പൗണ്ട്സ് ആൾസോ കെമിക്കൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡിക്കമ്പോസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട്സ് എന്ന് പറയുക. കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മോളിക്യൂൾസ് ആണ് അല്ലേ. മോളിക്യൂൾസ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്, 1 or 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുക. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മോളിക്യൂൾസ് ഫ്രം ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലേ. നമ്മൾ പലതരം എലമെൻറ്റ്സും കൂടിയിട്ട് കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിലാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ കോമ്പൗണ്ട് മോളിക്യൂൾ അല്ലേ. മോളിക്യൂളും ആണ് കോമ്പൗണ്ടും ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ വിച്ച് ആർ ദ ആറ്റംസ് പ്രസൻറ്റ് അല്ലെങ്കിൽ വിച്ച് ആർ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ്? കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ, ഓക്സിജൻ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൽ ആരൊക്കെയാണ്? കാർബൺ, ഓക്സിജൻ. സിമിലർലി ഹൈഡ്രജൻ ക്ലോറൈഡിലായിരിക്കും ഹൈഡ്രജനും ക്ലോറിൻ പറഞ്ഞ എലമെൻറ്റ് നമ്മൾ പഠിച്ചിരുന്ന ക്ലോറിൻ, ഹൈഡ്രജനും ക്ലോറിനും. പിന്നെ വാട്ടറിൽ നമ്മൾക്ക് അറിയണത് തന്നെയാണ് അല്ലേ. യു നോ ദാറ്റ് വാട്ടർ വിച്ച് ആർ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ദെൻ ഷുഗർ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഷുഗറിൽ? കാർബൺ, വാട്ടർ ഉണ്ട്. വാട്ടറിൽ എന്തൊക്കെയാണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഷുഗറിൽ വിച്ച് ആർ ദ ആറ്റംസ് പ്രസൻറ്റ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ദെൻ മെർക്കുറിക് ഓക്സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി, ഓക്സിജൻ. ദീസ് ആർ ദ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് കോമ്പൗണ്ട് അല്ലേ. അപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്താൽ 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാകുക? കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ, കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ ഉണ്ടാകാൻ പറ്റും. പിന്നെ അനദർ ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഡിക്കമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റിനെ ഡിക്കമ്പോസ് ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. നമ്മൾ എങ്ങനെ ആയാലും whatever be the source of a compound, a fixed ratio is maintained. നമ്മളിപ്പോൾ അറിയാം നമുക്കൊരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല നമ്മളിങ്ങനെ എഴുതാം. വിച്ച് ആർ ദ ആറ്റംസ് പ്രസൻറ്റ്? കാർബൺ, ഓക്സിജൻ അല്ലേ. അപ്പോൾ അതിനൊരു ഫിക്സഡ് റേഷ്യോ ഉണ്ട്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ കോമ്പൗണ്ട്. Carbon dioxide is a compound. Carbon dioxide which are the atoms present? Carbon and oxygen. Carbon, oxygen. അപ്പോൾ നമ്മൾ കാർബൺ, ഓക്സിജൻ ആറ്റംസ് ആണ് പ്രസൻറ്റ് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിൽ. ദിസ് നമ്മൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫിക്സഡ് റേഷ്യോയിലാണ് ഈ ആറ്റംസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുക. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അല്ലേ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൽ ഈ കോമ്പൗണ്ടിലത്തെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നമ്മൾ ഫിക്സഡ് റേഷ്യോയിലാണ് ഫോം ചെയ്യുന്നത്. കാർബണിന് 1 ആറ്റം ആണ് പ്രസൻറ്റ് ആയിട്ടുണ്ടാകുക, ഓക്സിജന് 2 ആറ്റംസ് പ്രസൻറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഫോർമുല എങ്ങനെ എഴുതും? യൂസിങ് സിംബൽസ്. അതിനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല പറയുക. ഇൻഡിക്കേറ്റിംഗ് നമ്പർ ഓഫ് ആറ്റംസ് യൂസിങ് സിംബൽസ്. സിംബൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ യൂസ് ഇൻ എ സിംബൽസ്. ദിസ് ഇസ് എ മോളിക്യൂൾ. അപ്പോൾ ഈ എലമെൻസിന് നമ്മൾ സിംബൽ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ട് അതിൽ ആറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എന്ന് പറയാം. അപ്പോൾ കെമിക്കൽ ഫോർമുല ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ്? എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കാർബൺ 1 ആറ്റം ഉള്ളത്, ഓക്സിജൻ 2. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ആറ്റംസ്, ഹൗ ടു റൈറ്റ് ആറ്റംസ് ഇൻ എ സിംബൽ ആൻഡ് ഹൗ ടു റൈറ്റ് മോളിക്യൂൾ ഇൻ എ സിംബൽ അല്ലേ. അപ്പോൾ കാർബൺ സിംബൽ വാട്ട് ഈസ് ദ സിംബൽ ഓഫ് കാർബൺ? C. ഓക്സിജൻ്റെ സിംബൽ O അല്ലേ. ഓക്സിജൻ്റെ ആറ്റം എത്രയാണ്? 2. കാർബണിൻ്റെ ആറ്റം 1 ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ കിട്ടുക? CO2. കാർബൺ 1 ആറ്റം. അപ്പം നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സിംബലിൻ്റെ സബ്സ്ക്രിപ്റ്റ് എഴുതുന്നത് ആറ്റംസും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിംബലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കെമിക്കൽ ഫോർമുല ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ യൂസിങ് സിംബൽസ്. സിംബൽ ഉപയോഗിച്ച് നമ്മൾ എഴുതിയിട്ട് ആറ്റംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഫോർമുല പറയുക. ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എന്ന് പറയും. ഇനി വാട്ടർ നമുക്കറിയാലോ. വാട്ടർ വിച്ച് ആർ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ വാട്ടർ? ഹൈഡ്രജൻ
ആൻഡ് ഓക്സിജൻ. Hydrogen, oxygen. Hydrogen, what is the symbol of hydrogen? H. Oxygen, O. അപ്പോൾ ഹൈഡ്രജന് 2 atoms present ഉണ്ട്, ഓക്സിജന് 1 atoms present ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ? H2O. ഇങ്ങനെയാണ് ഹൈഡ്രജൻ്റെ ഫോർമുല നമുക്ക് വന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ മോളിക്യൂൾസ്, കൂടുതൽ മോളിക്യൂൾസിൽ ആറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ മോളിക്യൂൾസിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുക? ഹൗ ക്യാൻ ബി ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ? വാട്ട് ഇസ് എ കെമിക്കൽ ഫോർമുല? ഇത് ഏതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. അപ്പം നമ്മൾ ദർ ആർ സം എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ഫോർമുലാസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. പ്ലീസ് സ്റ്റഡി ദം. Okay, sulfuric acid, what is the chemical formula of sulfuric acid? H2SO4 ആണ്. Which are the atoms present in sulfuric acid? Hydrogen, സിമ്പിൾ എഴുതുന്നതുള്ളൂ. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. അപ്പോൾ 3 elements are combined to form a സൾഫ്യൂരിക് ആസിഡ് അല്ലേ? മോളിക്യൂൾ ഉണ്ടായി. സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞാൽ ഇത് 1 molecule ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ നമ്മളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 1 molecule ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. ആൻഡ് ഹൗ മെനി ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദം? റൈറ്റ് ഡൗൺ ദം. ഹൈഡ്രജനിൽ ഹൗ മെനി ആറ്റംസ്? ഹൈഡ്രജൻ ഹൗ മെനി ആറ്റംസ് പ്രസൻറ്റ് ഇൻ സൾഫ്യൂരിക് ആസിഡ്? ഹൈഡ്രജൻ 2 ആറ്റം. സൾഫറിൻ്റെ അടിയിലൊന്നും ഇല്ലാതെങ്കിൽ എന്താണ് മീനിങ് ആണ്? 1 ആറ്റം. ഇനി ഓക്സിജൻ ഹൗ മെനി ആറ്റംസ്? 4. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞാൽ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയുണ്ട്? 7. എത്ര ആറ്റംസ് ഉണ്ട്? 7. ഇനി നമുക്ക് അനദർ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 1, ഇവിടെ 1 ആണ്. അപ്പോൾ 2 + 1 + 4 അപ്പോൾ 7. 7 × 1 1. അങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെ ആറ്റംസ് ചെയ്തിട്ട് ഈ മോളിക്യൂളായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യാം. നമ്മളങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉള്ളപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത്. അതേ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആറ്റം പ്രസൻറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ H2SO4 1 മോളിക്യൂളിൻ്റെ 7 ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി 2H2SO4 ആണെങ്കിലോ? 2H2SO4 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക? ഹൈഡ്രജന് എത്ര ആറ്റംസ് ഉണ്ട് നോക്കാം ആദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇൻറ്റു ചെയ്യുക? 2 × 2 4. യെസ്. സൾഫറിന് ഹൗ മെനി ആറ്റംസ് പ്രസൻറ്റ്? എസിൻ്റെ അടിയിൽ എത്രയാണ്? 1 × 2. ഇനി ഓക്സിജൻ 4 ആണ്. അപ്പോൾ 4 × 2 ചെയ്യണം. ഓക്സിജൻ 4 × 2 എത്രയാണ്? 8. ഇനി ടോട്ടൽ ചെയ്യുക. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ സൾഫ്യൂരിക് ആസിഡ്. 2 molecule ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 14 ആറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം. 2 + 1 + 4 7 കിട്ടി. 7 × 2 ചെയ്താൽ നമുക്ക് 14 കിട്ടും. ഏത് ടൈപ്പിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇനി 7NH3 ആണെങ്കിൽ NH3 പറഞ്ഞ സിമ്പൽ ഏതാണ്? ഈ ഫോർമുല വാട്ട് ഈസ് ദ കെമിക്കൽ? അമോണിയ. NH3 പറഞ്ഞാൽ എന്താണ്? അമോണിയ. അപ്പോൾ 7 molecule ഓഫ് അമോണിയയിൽ ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ്? അപ്പോൾ നമ്മൾ നൈട്രജൻ ഹൗ മെനി ആറ്റംസ്? 1 × 7 7. ഹൈഡ്രജൻ 3 × 7 21. അപ്പോൾ എത്രയാണ്? 1 × 7 7, 3 × 7 21. അപ്പോൾ എത്രയാണ്? 28 ആറ്റംസ് പ്രസൻറ്റ് ഇൻ 7 molecule ഓഫ് അമോണിയ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം മോളിക്യൂൾ അമോണിയ ഇതിൽ എത്ര ഹൗ മെനി മോളിക്യൂൾസ്? 7. ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ്? 28. നമ്മളിപ്പോൾ ഈ നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോർമുലയൊക്കെ എഴുതും. പക്ഷെ ഇവർ തമ്മിൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് നടക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ to form water. നമുക്കറിയാം അല്ലേ? We know that hydrogen reacts with oxygen to form water. What is the symbol of hydrogen? H. അല്ലേ? ഹൈഡ്രജൻ്റെ സിമ്പൽ എന്താണ്? H ആണ്. പക്ഷേ നേച്ചറിൽ ഹൈഡ്രജൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക? ഹൈഡ്രജൻ ഇൻ നേച്ചർ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഡയാറ്റമിക് മോളിക്യൂൾ. വി ഓൾറെഡി സ്റ്റഡിഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് അല്ലേ? ഹൈഡ്രജൻ ഇൻ H2 ആണ്. അപ്പോൾ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ്റെ സിമ്പൽ O ആണ്. ഫോർമുല എന്താണ്?
വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് ഓക്സിജൻ? O2 ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഫോമിനെ നമ്മൾ ആരോ എന്നാ ചെയ്യാം. ഫോം വാട്ടർ. വാട്ടറിൻ്റെ ഫോർമുല അറിയാം, H2O എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് സബ്സ്റ്റൻസസ് ആണോ, സബ്സ്റ്റൻസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ നടക്കാൻ വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ആർ പ്രസൻറ്റ് അല്ലെങ്കിൽ വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ടേക്ക് ഇൻ പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് റിയാക്റ്റൻസ്. ഈസ് നോൺ ആസ് റിയാക്റ്റൻസ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും ആണ് ഇതിൽ റിയാക്റ്റൻസ്. ഈ ഇക്വേഷനിൽ ആരാണ് ഇതിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്? റിയാക്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആരാണോ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അവരെയാണ് റിയാക്റ്റൻസ് എന്ന് പറയാം. അവർ റിയാക്ട് ചെയ്തിട്ട് ദ സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ, ഈ റിയാക്ഷൻ ചെയ്തിട്ട് നമുക്കൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യണതിനെ നമ്മൾ എന്താ പറയുക? പ്രൊഡക്ട്സ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് വിച്ച് ആർ ദ റിയാക്റ്റൻസ്, വിച്ച് ആർ ദ പ്രൊഡക്ട്സ് വെച്ചാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ആരോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റിയാക്റ്റൻസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പ്രൊഡക്ട്സും ആണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റിയാക്റ്റൻസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പ്രൊഡക്ട്സ്. വാട്ട് ഈസ് മീൻ ബൈ റിയാക്റ്റൻസ്? സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് വാട്ടർ കിട്ടുക. അപ്പോൾ സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്റ്റൻസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ആരോ, that is reactants. Then water ആണ് substance formed as a result of reaction. നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യുന്നത്, റിയാക്ഷൻ ഫോം ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക? വാട്ടർ എന്ന് പറയും. വാട്ടർ ആണ് ഇതിൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിന് എന്താ പറയുക? പ്രൊഡക്ട്സ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ആരോ ഈസ് നോൺ ആസ് പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ ഇപ്പം നമ്മളിപ്പോൾ തിരിച്ചാണ്. ഇപ്പോൾ വാട്ടർ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും തന്നെ ആയിട്ട് ഡിക്കമ്പോസ് ആവും. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ റിയാക്റ്റൻസും പ്രൊഡക്ട്സും നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നമ്പർ ഓഫ് ആറ്റംസ് ഒന്ന് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ടാബുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? വിച്ച് ആർ ദ എലമെന്റ്സ് പ്രസൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ, ദിസ് കെമിക്കൽ ഇക്വേഷൻ? ഇതിനാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ ഇതിൽ ആരൊക്കെയാണുള്ളത്? ഏതൊക്കെ എലമെന്റ്സ് പ്രസൻറ്റ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഒന്ന് നമ്മൾക്ക് അതിനെ ടാബുലേറ്റ് ചെയ്യാം. എത്ര ആറ്റംസ് ഉണ്ട്? റിയാക്റ്റൻസിൽ എത്ര ആറ്റംസ് ഉണ്ട്? പ്രൊഡക്ട്സിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇതാക്കാൻ പോണത് കേട്ടോ. എത്ര ആറ്റംസ് ഉണ്ടെന്ന്. ഹൈഡ്രജനും ഓക്സിജനും ആണുള്ളത്. ഹൈഡ്രജനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്റ്റൻസിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2. ഓക്സിജനിൽ 2 അല്ലേ? പ്രൊഡക്ട്സിൽ ഹൈഡ്രജനിൽ ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ്? 2. ഓക്സിജൻ 1. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഏതിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഏത് ആറ്റത്തിനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് പ്രസൻ്റ് ആയിട്ടുള്ള, ഏത് എലമെൻറ്റിനാണ്? ഓക്സിജനിൽ അല്ലേ? അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ പറയണം മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്ന് പറയും. ഒരിക്കലും ക്രിയേറ്റ് ചെയ്യില്ല, ഡെസ്ട്രോയും ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആറ്റംസ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആകണം. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആകണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഷുഡ് ബി ഈക്വൽ ഇൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. എപ്പോഴും നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻസിലെത്തിയും അതേമാതിരി പ്രൊഡക്ട്സിലെത്തിയും ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോഴേ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് കംപ്ലീറ്റ് ആണോ? അല്ല. കാരണം എന്താണ്? ഓക്സിജൻ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഓക്കെ, ഓക്സിജൻ 2 1 ആണ്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ ഓക്സിജൻ്റെ ആറ്റംസ് എവിടെയാണ് അത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഓക്സിജനിൽ 1 വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ അല്ല അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഓക്സിജനിൽ 1 കൂട്ടണം. അപ്പോൾ അതായത് ഇവിടെ അല്ല നമ്മൾ 2 എന്ന് എഴുതേണ്ടത്, ഈ ഫ്രണ്ടിലാണ് എഴുതുക. മോളിക്യൂളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 2 എഴുതുക. അപ്പോൾ ഓക്സിജന് 2 ആറ്റംസ് ആയി. കാരണം ഇവിടെ 1 ആണ്. 1 × 2 ഓക്സിജന് എന്തായി? 2 ആയി. പക്ഷെ നമുക്ക് ഹൈഡ്രജൻ അപ്പോൾ ഡിഫറെൻ്റ് ആയി. ഹൈഡ്രജൻ എത്രയായി? 4 ആയി. ഹൈഡ്രജന് നമ്മൾ 4 ആയി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജനെ 4 ആക്കിയാൽ മതി. ഈ സൈഡിൽ പറയാം. കാരണം ഈ സൈഡിൽ നമുക്ക് എത്രയായി? പ്രൊഡക്ട്സിൽ ഹൈഡ്രജൻ 4 ആയി, ഓക്സിജൻ 2 ആയി. അത് ഓൾറെഡി ഫസ്റ്റ് ആദ്യം 2ഉം 1ഉം ആയിരുന്നു. അപ്പം നമ്മൾ ഹൈഡ്രജൻ 4 ആയി, ഓക്സിജൻ 2 ആയി. അപ്പോൾ ഹൈഡ്രജനെ 4 ആക്കണം. ഈ സൈഡിൽ, ഈ സൈഡിൽ 4 ആക്കണം. ഓക്സിജൻ ക്ലിയർ ആയി. അപ്പോൾ ഹൈഡ്രജൻ 2 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 2 ബാലൻസ് ചെയ്യുക. അപ്പോൾ 2 × 2 എത്രയാണ്? 4. അപ്പോൾ ഹൈഡ്രജൻ 4, ഓക്സിജൻ 2.
അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ആദ്യം റിയാക്റ്റൻസിലെ പ്രൊഡക്ട്സിൽ എഴുതുക, എന്നിട്ട് അതിനെ ഈക്വൽ ആക്കുക. അപ്പം സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കിൻ്റെ ഫോർമുല എന്താണ്? സെഡൻ. സിങ്കിൻ്റെ ഫോർമുല സെഡൻ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് വെച്ചാൽ HCl. അപ്പോൾ സിങ്ക് റിയാക്ട്സ് എന്ന് പറയുന്നതാണ് പ്ലസ്. സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ ZnCl2 അതിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ZnCl2 പ്ലസ് H2. ZnCl2 പ്ലസ് H2. ക്ലിയർ ആയില്ലേ? അതായത് സിങ്ക് റിയാക്ട്സ് വിത്ത് hydrochloric acid. What is the chemical formula of hydrochloric acid? HCl. Then it gives the രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ zinc chloride and hydrogen. But in this equations, which are the reactants? ആരൊക്കെയാണ് റിയാക്റ്റൻസ്? നമുക്കറിയാം സിങ്ക് HCl, Zn, HCl. Then which are the products? ഇതിലാരാണ് products? നോക്കിയിട്ട് നമുക്ക് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് പ്രൊഡക്ട്സ് അല്ലേ? ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കിട്ടുന്നതാണ് പ്രൊഡക്ട്സ്. അപ്പോൾ ആരൊക്കെയാണ്? സിങ്ക് ക്ലോറൈഡ്, H2 ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡക്ട്സ്. ഇനി ഹൗ മെനി ആറ്റംസ്, ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാൻ നമ്മൾക്കൊന്ന് ആരൊക്കെയാണ് ഉള്ളിൽ? വിച്ച് ആർ ദ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദിസ് ഇക്വേഷൻ? Zn, ഹൈഡ്രജൻ, സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ, ക്ലോറിൻ്റെ സിമ്പൽ Cl. ഈ 3 ഉള്ളൂ. 3 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടായത്, ഈ റിയാക്ഷൻസ് ഫോം ചെയ്ത്. സിങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കാം. സിങ്കിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയുണ്ട്? 1. ഹൈഡ്രജൻ എത്രയുണ്ട്? 1. ക്ലോറിൻ ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ്? 1. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രൊഡക്ട്സിൽ ആറ്റംസ് ഈക്വൽ ആണോ നോക്കാം. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. Zn. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ Zn 1 തന്നെ ഉള്ളൂ. ഹൈഡ്രജൻ എത്രയുണ്ട്? 2. ക്ലോറിൻ 2 അല്ലേ? ഈക്വൽ ആണോ നോക്കിയേ. സിങ്ക് ഈക്വൽ ആണ് അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും റിയാക്റ്റൻസും പ്രൊഡക്ട്സിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആകണം, എന്നാലേ നമ്മൾ എന്ത് പറയാൻ പറ്റുള്ളൂ? ബാലൻസ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സിങ്കിൽ 1 1, ഹൈഡ്രജൻ ഇവിടെ 1 2, ക്ലോറിൻ 1 2. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾക്ക് ഹൈഡ്രജനും ക്ലോറിനും ആണ് മാറ്റം വരുത്തേണ്ടത്. എത്ര വരുത്തണം? 1 1 ആറ്റം ആഡ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ അപ്പോൾ നമ്മൾ എവിടെയാണ് ഇടുക? 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം 1 ആണ്, അപ്പോൾ ഇവിടെ 2 ഇടാം. ഒരു 2 നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എത്രയായി നോക്കിയേ? ഹൈഡ്രജന് 2 ആയി, ക്ലോറിനും 2 ആയി. അപ്പോൾ ഇവിടെ 2 ആയി, ക്ലോറിനും 2 ആയി. ഇത്രയും ബാലൻസ് ചെയ്യേണ്ടുള്ളൂ. സിങ്കും ക്ലിയർ ആയി. സിങ്ക് 1 1 2 2, ക്ലോറിൻ 2 2. അപ്പോൾ ബാലൻസ് ചെയ്തു. സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല സിങ്ക് ക്ലോറൈഡ് ZnCl2 പ്ലസ് H2. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ 2 ഇങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആയി. ഒരു ഇക്വേഷൻ നമുക്ക് ഇതന്നെ. H2 ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ. Cl2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അവർക്ക് ഡയാറ്റമിക് ആണ്, ഹൈഡ്രജന് ഡയാറ്റമിക് ആണ്. അപ്പോൾ H എന്ന് എഴുതില്ല, Cl എന്ന് എഴുതില്ല. നമ്മൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുമ്പോൾ കെമിക്കൽ ഫോർമുല മോളിക്യൂൾ ആയിട്ടാണ് ഉണ്ടാകുക. H2 പ്ലസ് Cl2 ഗീവ്സ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇവിടെ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, Hന് റൈറ്റ് ഹാൻഡ് സൈഡിൽ Hഉം Clഉം ഉള്ളത് അല്ലേ? 2 2. റൈറ്റ് ഹാൻഡ് സൈഡിൽ Hന് 2, ക്ലോറിന് 2. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണോ? നമ്മൾക്ക് ഇല്ല. ഇത് ബാലൻസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. ഇനി ഒരു ഇക്വേഷൻ ഫോർ എക്സാമ്പിളും കൂടി നമ്മൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ. നൈട്രജൻ്റെ ഫോർമുല സിമ്പൽ എന്താണ്? N. നൈട്രജൻ ഡയാറ്റമിക് മോളിക്യൂളാണ്, എക്സിസ്റ്റ് ചെയ്യുക നേച്ചറിൽ. അപ്പോൾ N2. ഹൈഡ്രജൻ ഡയാറ്റമിക് ആണ്, H2 ഗീവ്സ് അമോണിയ. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അമോണിയ. അമോണിയയുടെ ഫോർമുല എന്താണ്? വിച്ച് ഇസ് കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയ? NH3. ദെൻ റിയാക്റ്റൻസ്. ഇതിലാരാണ് റിയാക്റ്റൻസ്? റിയാക്റ്റൻസ് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ സബ്സ്റ്റൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ N2ഉം H2. പ്രൊഡക്ട്സ് ആരാണ്? NH3. പ്രൊഡക്ട്സ് NH3. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ആരൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇത് ബാലൻസ് ആണോ നോക്കാം. ബാലൻസ്ഡ് ആണോ നോക്കണമെങ്കിൽ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്.
ഹൈഡ്രജൻ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ ഫോം ചെയ്തത്. ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്? റിയാക്ടൻസിൽ N 2, റിയാക്ടൻസിൽ H 2. ഇനി പ്രൊഡക്ട്സിൽ N 1, H 3. Hൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഏതാണ് മാറ്റം വരുത്തുന്നത്? രണ്ടും നമ്മൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ മാറ്റാം. എങ്ങനെയാണ് മാറ്റുക? ഇവിടെ ഹൈഡ്രജൻ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ മാറ്റും? നൈട്രജന് 2 ഇട്ട് കൊടുക്കണം, ഈ സൈഡിൽ ഹൈഡ്രജന് ഒന്നും കൂടെ വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് 2 ഇടുക. 2 ഇട്ട് കഴിഞ്ഞാൽ നൈട്രജന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നൈട്രജന് 2 ആയി അല്ലേ? 1.2 ആയി നൈട്രജന് 2 ആയി. അപ്പോൾ നൈട്രജൻ 2 രണ്ട് സൈഡ് ഈക്വൽ ആയി. പക്ഷെ ഹൈഡ്രജൻ നോക്കിയേ, 3 × 2 എത്രയാണ്? 6. ഇവിടെ പക്ഷേ 2 ഉള്ളൂ, ഈ സൈഡിൽ 2 ആയി, ഇത് 6 ആയി. അപ്പോൾ ഹൈഡ്രജൻ 6 ആയി. അപ്പോൾ ഇവിടെ നമുക്കപ്പോൾ ഇവിടെ 6 ആക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ 2ൻ്റെ ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ 3 ഇടുക. 3 ഇട്ട് കഴിഞ്ഞാൽ 3 × 2 6. അപ്പം ഹൈഡ്രജനും 6 ആയി, നൈട്രജൻ 2 ആയി. ഒന്നും കൂടെ പറഞ്ഞുതരാം. N2 + H2 gives NH3 ആണ് അമോണിയ എന്ന് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് നോക്കുക, ഈ സൈഡ് 2, ഈ സൈഡ് 1. അപ്പോൾ നമ്മൾ ഈ സൈഡ് 2 ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 2 ഇടുക. അപ്പോൾ നൈട്രജന് 2 ആയി, പക്ഷെ ഹൈഡ്രജൻ എത്രയായി? 6 ആയി. അപ്പോൾ ഈ സൈഡ് 6 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഇടുക. അപ്പോൾ 3H2. അപ്പോൾ ഇങ്ങനെ കുറേ ഫോർമുലാസ് ബാലൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ ഉണ്ട്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഓൾ ഇക്വേഷൻസ് ഇൻ യുവർ നോട്ട്ബുക്ക്. Okay, let's wind up today's class. Thank you.